ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലും പി എസ് സിയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് സ്റ്റേജ് 4ൻ്റെ പ്രൊവിഷണൽ ആൻസർക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. 1ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 1, 2, 4. 1, 2, 4 എന്നിവയാണ് വരുന്നത്. പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. PM ശ്രീ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് പദ്ധതിയുടെ പൂർണ്ണരൂപം. താഴെ പറഞ്ഞത് 2026 പത്മ പുരസ്കാര ജേതാക്കൾ ഉൾപ്പെടാത്ത മലയാളി ആരാണ്? 2ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. MT വാസുദേവൻ നായർ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഡി ആണ് വരുന്നത്. തെറ്റായ പ്രസ്താവനകൾ ഇല്ല, എല്ലാം ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസ ധനസഹായം നൽകുന്ന 35-നും 60-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകൾക്ക് ട്രാൻസ്ഫോമറിനും ഗുണഭോക്താക്കൾ. സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രം ആനുകൂല്യം. 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. താഴെ പറയുന്നതിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ഡി ആണ് വരുന്നത്. 1, 4 എന്നിവ. പ്രേം നസീർ, അടൂർ ഗോപാലകൃഷ്ണൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം വിബി റാംജി എന്നാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? 6. സി ആണ് വരുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക് മിഷൻ ഗ്രാമീൺ. ആസാമിൽ വെച്ച് നടന്ന 79ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം? 7. ഡി ആണ് വരുന്നത്. സർവീസസ്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സഹോദരന്മാർ? ഇക്കാലത്ത് 20ാം നൂറ്റാണ്ടിലും ഇത് നിൽക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ എന്ന വരികൾ ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെതാണ്? സി. പണ്ഡിറ്റ് കറുപ്പൻ. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്? 9. സി ആണ് വരുന്നത്. ആർ വൈരമുത്തു. 2026 ദി ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം? 10. എ. ഡൽഹി. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതൊക്കെ? 11. സി ആണ് വരുന്നത്. 1, 2, 3 ശരി. ഉത്തർപ്രദേശിൽ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 12. എ ആണ് വരുന്നത്. 1, 2, 3 ശരിയാണ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു. രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പ് തടാകം? 13. എ ആണ് വരുന്നത്. സാംഭർ തടാകം. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? 14. എ ആണ് വരുന്നത്. ഛത്തീസ്ഗഡ്. 15. ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. അവ ഏതെല്ലാം? മരുസ്ഥലി, രാജസ്ഥാൻ ബാഗർ. ഓക്കെ. എ. 16. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം? കോറമാണ്ടൽ തീരസമതലം. 17. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏത്? സി ആണ് വരുന്നത്. ഉഷ്ണമേഖല, ഇഴപൊഴിയും കാടുകൾ. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ്? 18. സി. മുംബൈ CST. ഇതിൽ ആദ്യമായി റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം ഏതാണ്? 19. ബി ആണ് വരുന്നത്. 1923. ഭൗമ താപോർജ്ജ നിലയമായ മണികരൺ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? 20. സി. ഹിമാചൽ പ്രദേശ്. 21. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? 21. ബി ആണ് വരുന്നത്. രാംനാഥ് കോവിന്ദ്. പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള പുതിയ സംവിധാനമായ നീതി ആയോഗിലെ പൂർണ്ണരൂപം? 22. എ ആണ് വരുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 23. 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? 23. സി ആണ് വരുന്നത്. താമര.
ഇന്ത്യ USA ബന്ധത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ഈ പ്രസ്താവനകൾ ശരിയേത്? 24 A ആണ് വരുന്നത്. ABC. 1954 പാകിസ്ഥാൻ പ്രധാന അംഗമായി US സീറ്റോ സെൻഡോ എന്നീ സൈനിക സംഘടനകൾ രൂപീകരിച്ചപ്പോൾ ഇന്ത്യ US ബന്ധത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യ ആരംഭിക്കുന്നു. ശീതയുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ വിസമ്മതിച്ച നെഹ്റു വിദേശ നയത്തിലും ബന്ധങ്ങളിലും ഇന്ത്യക്ക് ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചേരിചേരാ നയം സ്വീകരിച്ചു. 25 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് 25B ഫസൽ അലി കമ്മീഷൻ. 26 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം 26 D ആണ് വരുന്നത്, ഇന്ത്യ. 27 സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ വിനോബാ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റം. 27 C ആണ് വരുന്നത്, ഭൂദാൻ പ്രസ്ഥാനം. 28 1916 പ്രസിദ്ധമായ ലക്നൗ ഉടമ്പടി ഡാഷ് തമ്മിൽ ഒപ്പുവെച്ചു. 28 B ആണ് വരുന്നത്, ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും. 29 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവന ഏത്? 29 B ആണ് വരുന്നത്, സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയ്ക്കായി ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് ധർ കമ്മീഷൻ. 30 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിച്ചത്? 30 C ആർട്ടിക്കിൾ 21. ഓപ്പറേഷൻ തൂഫാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 31 B മയക്കുമരുന്ന്. 32 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തിരിക്കുന്നത്? 32 C ആനന്ദമഠം. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? 33 C ആണ് വരുന്നത്, ശ്രീനാരായണ ഗുരു. ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? 34 B രവീന്ദ്രനാഥ ടാഗോർ. ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? 35 D 1921. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം? 36 A നേവി ബ്ലൂ. 37 ദേശീയ ഗാനം പാടുന്നത് ഏത് ഭാഗത്തിലാണ്? ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? 37 B ശങ്കരാഭരണം. 38 നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA മാരുടെ എണ്ണം? 38 D 11. 39 SIR താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? 39 D വോട്ടർ പട്ടിക. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത്? 40 C 2026 മെയ് 16. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 41 C ആണ് വരുന്നത്, 1ഉം 3ഉം ആണ് വരുന്നത്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. പ്രശസ്തമായ ശിവരാത്രി ഉത്സവം നടക്കുന്ന ആലുവ പെരിയാറിൻ്റെ തീരത്താണ്. 42 താഴെ പറയുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനി, ഭവാനി, പാമ്പാർ. 42 A ആണ് വരുന്നത്. 43 താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 43ൻ്റെ ആൻസറും വരുന്നത് A തന്നെയാണ്, 1ഉം 2ഉം ആണ് വരുന്നത്. കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രസിദ്ധമായ ശുദ്ധജല തടാകമാണ്. ശാസ്താംകോട്ട തടാകത്തിൻ്റെ തീരത്ത് പ്രസിദ്ധമായ ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 44 D ആണ് വരുന്നത്. 1, 2, 3 എല്ലാം ശരിയാണെന്നുള്ളതാണ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് മൂലമറ്റത്താണ്. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? 45 B ആണ് വരുന്നത്, ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? 46 C ആണ് വരുന്നത്, റോജി എം ജോൺ. 47 താഴെ തന്നിരിക്കുന്ന അരേ സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് കണ്ടുപിടിക്കുക. 48 B തിരുവനന്തപുരം. 49 കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതെന്ന് കണ്ടെത്തുക. 49 A ആണ്, GV രാജ പുരസ്കാരം. 50 താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. D ആണ്, എല്ലാം ശരിയാണെന്നുള്ളതാണ്.
കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വനമേഖലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. ഇക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് പ്രവർത്തിക്കുന്നത്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 51B ആണ് വരുന്നത്. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. കല്ലുമാല സമരം സംഘടിപ്പിച്ചു. സാധുജന പരിപാലനം യോഗം സ്ഥാപിച്ചു. സാമൂഹിക പരിഷ്കർത്താവായ P.T. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ 52A ആണ് വരുന്നത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം പ്രസിദ്ധീകരിച്ചു. എന്ന പേരിൽ നാടകം പ്രസിദ്ധീകരിച്ചു. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയും ചെറുത്തു. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 53D ആണ് വരുന്നത്. എല്ലാം ശരിയാണെന്നുള്ളതാണ് വരുന്നത്. 1947 മുതൽ 1948 വരെ നടന്ന പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു. കൊച്ചിയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലൂടെ റോഡിൽ കൂടി നടക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. സത്യാഗ്രഹികളിൽ ഒരാളായ A.G. വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം എഴുതിയത് 54C ആണ്, ചട്ടമ്പി സ്വാമികൾ. 55 ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. B ആണ് വരുന്നത്. 2, 3. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാചകമായിരുന്നു. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 56D ആണ് വരുന്നത്. എല്ലാം ശരിയാണെന്നുള്ളതാണ്. C. കേശവൻ, T.M. വർഗീസ്, N.V. ജോസഫ്, P.K. കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഘാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടതായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഉത്തരവാദ ഭരണം നേടുന്നതിനായി പട്ടം ഏത്താണ്ടുകളുടെ ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് കണ്ടെത്തുക. 57A. AKG. 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ആരെന്ന് കണ്ടെത്തുക. 58C ആണ്, ഷൺമുഖം ചെട്ടി. 59 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 59B ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, C.V. കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യ ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ കലാപം നടന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം. 60 കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ. മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്നാ നാഡിയെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്നതാണ് മെനിഞ്ചസ്. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കുകയും തിരിച്ച് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ അശുദ്ധ രക്തം ശ്വാസകോശത്തിൽ എത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? 62B ആണ്, ധമനികൾ. കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്ന ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ്? 63B ആണ് വരുന്നത്, വൈറ്റമിൻ D. 64 ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേര്? 64D ആണ്, കാർസിനോജനുകൾ. ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത്. എന്നാൽ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിൻ്റെ അളവാണ് വർദ്ധിക്കുന്നത്? 65B കാർബൺ ഡയോക്സൈഡ്. 66 കടൽ തീരങ്ങളിലും ഉപ്പുരസമുള്ള ജലാശയങ്ങളിലും സമീപവും വളരുന്ന വനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 66 കണ്ടൽ വനങ്ങൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉൽപ്പാദകരായി കണക്കാക്കപ്പെടുന്നത്? 67C ഹരിത സസ്യങ്ങൾ. 68 അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന വില്ലൻ ഏതാണ്? 68B ആണ്, ക്ലോറോഫ്ലൂറോ കാർബൺ. ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളായും മറ്റു ഗുരുതര രോഗങ്ങളായും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതിയാണ് 69A താലോലം. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങൾ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന വിള ഏത്? 70B ഏലയ്ക്ക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 71B ആണ് വരുന്നത്. 1, 2, 4 മാത്രം ശരിയെന്നുള്ളതാണ്. ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമാണ്. ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറുന്നു.
ചന്ദ്രനിലുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം കുറയുന്നു. താഴെ തന്നിരിക്കുന്ന ജോഡികൾ ഏതാണ് ഐസോടോപ്പുകൾ? 72 എ ആണ് വരുന്നത്. C14 C12. ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം 73 എ ആണ് ഉയർന്ന ദ്രവണാങ്കം. തുരുമ്പ് പ്രധാനമായും 74 ബി ആണ് അയൺ ഓക്സൈഡ്. 75 താഴെ തന്നിരിക്കുന്നത് താപശോഷക പ്രവർത്തനം ഏതാണ്? 75 എ ആണ് പ്രകാശ സംശ്ലേഷണം. 76 ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രികർക്ക് ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു. കാരണം ബി ആണ് നൗകയും യാത്രികരും ഒരുമിച്ച് സ്വതന്ത്ര പതനത്തിലാണ്. ഭൂമിയിൽ അന്തരീക്ഷമില്ലായിരുന്നുവെങ്കിൽ പകൽ സമയത്ത് ആകാശം 77 ഡി കറുപ്പ് നിറത്തിൽ കാണുമായിരുന്നു. 78 ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നത്. 78 ബി ആണ് അപവർത്തനം. 79 ഇടിമിന്നലുള്ള സമയത്ത് മിന്നൽ ആദ്യം കാണുകയും ഇടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നു. കാരണം 79 സി ആണ് പ്രകാശത്തിൻ്റെ വേഗത ശബ്ദത്തേക്കാൾ വളരെ കൂടുതലാണ്. 80 താഴെ പറഞ്ഞ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് 80 സി ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. 27/9 + 6 × 4 - 6 81 സി ആണ് വരുന്നത്. 21 82 3/4 + 1/6 82 എ ആണ് വരുന്നത്. 83 6.5 × 0.28 × 0.5 / 0.07 × 0.13 × 2.5 83 ബി ആണ് വരുന്നത്. 40 84 35ൻ്റെ സ്ക്വയർ 84 സി ആണ് വരുന്നത്. 1225 86 84 സി 85 എ √841 29 86 ആദ്യ 10 എണ്ണസംഖ്യകളുടെ ശരാശരി 5.5 87 1500 രൂപ വിലയുള്ള കസേര 15% ലാഭം കിട്ടുവാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? 87 ബി ആണ് 1725. 88 18 90 108 എന്നീ സംഖ്യകളുടെ ഉസാഖ 88 സി ആണ് വരുന്നത്. 18 89 ഒരു ലോറിയുടെ ശരാശരി വേഗത 56 km/h ആണെങ്കിൽ ആ ലോറി 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 89 ബി ആണ് വരുന്നത്. 182 km. 90 രണ്ട് സംഖ്യകളുടെ ഉസാഖ 25 ലസാഖു 1500 ഒരു സംഖ്യ 50 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 90 ഡി ആണ് വരുന്നത്. 750 91 1 2 4 എന്ന ശ്രേണിയിലെ 10ാം പദം 91 ബി ആണ് വരുന്നത്. 512 92 താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഭിന്നസംഖ്യയിൽ ഏറ്റവും ചെറുത് 92 ബി ആണ്. 2/5 93 രണ്ട് സംഖ്യകൾ ആദ്യത്തേത് രണ്ടാമത്തിൻ്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഏത്? 93 എ ആണ് വരുന്നത്. 16 94 ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ടീച്ചറുടെ വയസ്സും കൂടി കൂട്ടിയാൽ ക്ലാസ്സിലെ ശരാശരി വയസ്സ് 2 കൂടുമെങ്കിൽ ടീച്ചറുടെ പ്രായം എത്ര? 94 സി ആണ് വരുന്നത്. 54 95 ഒറ്റ ആനയെ കണ്ടെത്തുക. എ ആണ് വരുന്നത്. 343 96 2x + 1 = 1024 ആയാൽ എക്സിൻ്റെ വില 96 ഡി ആണ് വരുന്നത്. 9 97 ഒരു വരിയിൽ കിരൺ മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 25ാമതും ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? 97 ബി ആണ് വരുന്നത്. 32 98 പ്ലസ് എന്നാൽ ഈ ഡിവിഷനും മൈനസ് എന്നാൽ ഇൻറ്റും ഇൻറ്റു എന്നാൽ പ്ലസ്സും ആയാൽ 100 + 20 - 20 × 5 98 ഡി ആണ് വരുന്നത്. 205 99 അടുത്ത പദം കണ്ടെത്തുക. സി ആണ് വരുന്നത്. ZCE 100 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക ബി 600. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.